ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യത്തിനായിട്ടുള്ള ചിക്കൻ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കനാണ്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി അതിൽ ചേർത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ ബർക്കത്ത് റൈസാണ് എടുത്തുള്ളത്. കുറച്ച് നേരം 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, അതുപോലെ ജീരകം, ഏലക്കയും കൂടി ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിലേക്കുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. ഇത് നമ്മൾ 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആ ഒരു പാത്രത്തിൻ്റെ കണക്കാണ് 1 കിലോ റൈസ്. അപ്പോൾ അതിന് 2 പാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ് അതിൽ ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് സ്മെല്ലിനും നല്ലതാണ്. പിന്നെ ഒരു ചെറിയ പകുതി നാരങ്ങ നീരും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഗാർണിഷിനുള്ള ഉള്ളി വറുത്ത് പോരാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. എല്ലാ സൈഡും നമുക്ക് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ലോണം മുരിച്ചെടുക്കണില്ല, പാകത്തിന്. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ അത്യാവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം മുരിച്ചെടുക്കേണ്ട, ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമുക്കതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി ചിക്കനും കൂടി നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, ഓയിലുണ്ടല്ലോ, അത് നമുക്ക് ഒഴിക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, നമ്മളൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ഉള്ളി നമുക്ക് അതിലേക്ക് ഇടാം. നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് നമുക്ക് അതിലിടാം. കുറച്ച് മൂത്ത് വരുമ്പോൾ തക്കാളി ഇടാം. അത്യാവശ്യം നന്നായിട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇനി നമുക്ക് 2 കയ്യിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇറക്കി കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിനയില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം, നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ്. ഇനി നമുക്ക് ദമ്മിടാം. ആദ്യം നമ്മുടെ വലിയൊരു പാത്രത്തിൽ നമ്മുടെ ചിക്കൻ ഗ്രേവി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇടുകയാണ്. ആവശ്യത്തിന് റൈസ് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഗ്രേവിയും ചിക്കനും കൂടിയിട്ട് ഇടുകയാണ്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കിസ്മിസും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. വീണ്ടും നമ്മൾ റൈസ് ഇടുകയാണ്. നന്നായി റൈസ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ഉള്ളിയും കിസ്മിസും കൂടിയിട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് ദമ്മിടണം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വീണ്ടും സ്റ്റവിലേക്ക് വെച്ചിട്ട് സിമ്മിലിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് സിമ്മിൽ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബിരിയാണി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.